ആറാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആറാം ക്ലാസ്സിൽ ഏറ്റവും പ്രധാനമായി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഉപന്യാസം തയ്യാറാക്കുക. അടുക്കള എന്ന തുടങ്ങുന്ന കവിതയിൽ തന്നെ നമുക്ക് തുടങ്ങുന്ന പാഠത്ത് തന്നെ തുടങ്ങാം. അടുക്കള എന്ന കവിതയിലെ ആസ്പദമാക്കിക്കൊണ്ട് മാറണം അടുക്കള എന്ന തൊഴിലിടം എന്ന ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കാൻ ചോദിക്കും. മാറുന്ന മലയാളിയും മറയുന്ന കാർഷിക വൃത്തിയും ഈ വിഷയത്തിൽ ഉപന്യാസം ചോദിക്കും അല്ലേ. ഇങ്ങനെയുള്ള ഉപന്യാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം മാനവ ജനതയുടെ ആവശ്യം അല്ലെ മനുഷ്യൻ്റെ നിലനിൽപ്പ് പ്രകൃതിയിലൂടെ അവസാനത്തെ യൂണിറ്റിലെ പാഠങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയണം. അതുകൊണ്ട് ഉപന്യാസത്തിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപന്യാസം എഴുതാൻ പറ്റും. അപ്പോൾ ഉപന്യാസം ചോദിക്കാത്ത ഒരു ചോദ്യപേപ്പറും ആറാം ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉപന്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ലഘു ഉപന്യാസം എഴുതാനാണ് മക്കളോട് ചോദിക്കാറ്. അപ്പോൾ ഒരു ഉപന്യാസം എഴുതാൻ നിങ്ങൾക്ക് വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ആ ഉപന്യാസം നമ്മൾ എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നിതാ ഈ ഉപന്യാസം എങ്ങനെ എഴുതാമെന്ന വീഡിയോയുമായി സാറ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉപന്യാസം എഴുതുക. ഉപന്യാസത്തിനൊരു ഘടനയുണ്ട്. അതെന്താണ്? തലക്കെട്ടുണ്ടാവണം. ഇതാണ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറെങ്കിൽ തലക്കെട്ട് ഇവിടെ വേണം. മാറുന്ന മലയാളി, മറയുന്ന പ്രകൃതി. കണ്ടോ? ഇങ്ങനെ ഒരു ശീർഷകം എഴുതി. അപ്പോൾ ശീർഷകം എഴുതുക എന്നുള്ളത് ഉപന്യാസത്തിന് നിർബന്ധമാണ്. ഉപന്യാസത്തിന് നിങ്ങൾ എന്തെഴുതുമ്പോൾ ശീർഷകം എഴുതിയാൽ മാത്രമാണ് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുക. ശീർഷകം എഴുതിയാൽ മാത്രം പോരെ, ശീർഷകം നിർബന്ധമായും ഉപന്യാസത്തിന് എഴുതണം. പിന്നീട് നമുക്ക് നല്ല ഒരു ആമുഖമുണ്ടാകണം അല്ലേ. മറഞ്ഞു പോകുന്ന പ്രകൃതി എന്നുള്ളതാണ് അല്ലെ. മാറുന്ന മലയാളി, മറയുന്ന പ്രകൃതിയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് അല്ലേ. മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണ്. മനുഷ്യന് നിലനിൽപ്പിന് ഭൂമി അനിവാര്യമാണ്. ഭൂമിയിലെ ഓരോന്നിനെയും നിലനിർത്തുക എന്നത് ആവശ്യമാണ്. ഈ പാഠം ഇങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ പാഠഭാഗത്തെ തന്നിരിക്കുന്ന ചോദ്യത്തെ ഏതെങ്കിലും പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ, ആ പാഠഭാഗത്തെ ആശയവും വെച്ചുകൊണ്ട് നമ്മൾ ഒരു ആമുഖം എഴുതുന്നു. ഇവിടെ ആമുഖം എഴുതുന്നു. ആമുഖം എഴുതണ്ട, നിങ്ങൾ ആമുഖമായ ആദ്യത്തെ പാരഗ്രാഫ് എഴുതുന്നു. തന്നിരിക്കുന്ന ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട പാഠഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എന്തുണ്ടാവണം? ഒരു ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മധ്യഭാഗം രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയമായിരിക്കണം. മധ്യഭാഗം രണ്ടാമത്തെ പാരഗ്രാഫാണ്. അപ്പോൾ എന്താണോ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ആശയമാണ് നിങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. ഇനി ആശയം കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ്, ഈ മൂന്ന് രീതിയിലാണ് ശീർഷകം, ആമുഖം, ആശയ അവതരണം, കൺക്ലൂഷൻ. ഇങ്ങനെ 3 പാരഗ്രാഫായി എഴുതുകയും മുകളിൽ ശീർഷകം കൊടുക്കുകയും വേണം അല്ലേ. കാര്യങ്ങൾ പാരഗ്രാഫ് തിരിച്ചെഴുതും. അതാണ് ഞാൻ പറഞ്ഞത്, പാരഗ്രാഫ് തിരിച്ച് തന്നെ നിങ്ങൾ ആമുഖം ഒരു പാരഗ്രാഫായിരിക്കണം, ആശയം ഒരു പാരഗ്രാഫായിരിക്കണം, അതിൻ്റെ കൺക്ലൂഷൻ ഭാഗം ഒരു പാരഗ്രാഫായിരിക്കണം. ഇങ്ങനെ 4 ഈ ഒരു 5 ഓർഡറിൽ തന്നെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉപന്യാസത്തിനുള്ള മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. മനസ്സിലായ മക്കൾക്ക്? മുഴുവൻ മാർക്കും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു 5 കാര്യങ്ങളും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇനി ഇത് പാലിച്ചുകൊണ്ട് നമുക്ക് ഒരു ഉപന്യാസം നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്
ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന അടുക്കള എന്ന കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉപന്യാസം എഴുതാൻ നിങ്ങളോട് ചോദിക്കും. ഉപന്യാസം വരാൻ സാധ്യതയുള്ളതൊന്ന് നമ്മുടെ അടുക്കള, കൊയക്കട്ട എന്നീ പാഠഭാഗങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മാറുന്ന മലയാളിയുടെ ഭക്ഷണശീലം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അല്ലേ, അടുക്കള എന്ന കവിത മുന്നോട്ട് വെക്കുന്ന ടി.പി. രാജീവൻ്റെ അടുക്കള എന്ന് പറയുന്ന കവിത മുന്നോട്ട് വെക്കുന്നത് അടുക്കളയിൽ തേഞ്ഞു തീരുന്ന അമ്മമാരെക്കുറിച്ചുള്ള സൂചനയാണെങ്കിൽ, കൊയക്കട്ട എന്നുള്ള പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന വലിയമ്മയുടെ സ്നേഹവും അതോടൊപ്പം തന്നെ ആ കൊഴക്കട്ടയുടെ മധുരം മറന്നുപോയ പുതിയ നഗരവൽക്കരണത്തിൻ്റെ പുതിയ ഹോട്ടൽ തിയറികളുമാണ്. അല്ലേ, ഈ രണ്ട് പാഠത്തിലൂടെയും കടന്നു പോകുന്നത് മലയാളിയുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ എഴുതി. അതിനുശേഷം എന്ത് എഴുതണം? അടുക്കള എന്ന കവിതയിലെ ആശയവും കൊയക്കട്ട എന്ന കവിതയിലെ ആശയവും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് അതിൻ്റെ ആശയം എഴുതണം. കൺക്ലൂഷൻ ഭാഗത്ത് അടുക്കളയിൽ പറയുന്ന അമ്മമാർ ഇന്ന് അടുക്കളയിൽ തേഞ്ഞു തീരുന്ന അമ്മമാരായി ഇന്ന് അധികം പേരുമില്ല. ഇന്ന് അടുക്കള ഉപയോഗിക്കുന്നതിനേക്കാൾ മലയാളി ഹോട്ടൽ ഭക്ഷണത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. പാക്കറ്റ് ഭക്ഷണവും ഹോട്ടൽ ഭക്ഷണവും കഴിച്ച് രോഗങ്ങൾ ഏറ്റുവാങ്ങുന്ന പുതിയ തലമുറയ്ക്ക് അടുക്കളയുടെ മാഹാത്മ്യം അറിയില്ല. ഇങ്ങനെയുള്ള അതായത് നിങ്ങളുടെ അഭിപ്രായം കൂടെ കൂട്ടിയുള്ള കൺക്ലൂഷൻ, ഇങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടത്. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ തലക്കെട്ട് മറക്കരുത്, ആമുഖം മറക്കരുത്, മധ്യഭാഗം ആശയ അവതരണമാണ് മറക്കരുത്. അത് കഴിഞ്ഞാൽ ഉപസംഹാരമാണ്, കൺക്ലൂഷനാണ്. അവിടെ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണം. ഇവയെല്ലാം എന്ത് ചെയ്യണം? പാരഗ്രാഫ് തിരിച്ചാണ് എഴുതേണ്ടത്. ക്ലിയറാണോ? അപ്പോൾ വരാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അടുക്കളയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് വരാം. അതല്ലെങ്കിൽ മാറുന്ന മലയാളിയുടെ കാർഷിക സംസ്കൃതി എന്ന വിഷയത്തിൽ ഒരു ചോദ്യം വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉപന്യാസം എഴുതുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ മക്കളെ? ഉപന്യാസം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ.